സങ്കീർത്തനം 33:7. അവൻ ആഴികളെ ഭണ്ഡാരഗൃഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവുമൊക്കെ തൻ്റെ ഉളവാകട്ടെ എന്ന വാക്കുകൊണ്ട് ഉളവാക്കി വരുത്തുകയും അവയെ ഇന്നുവരെയും പരിപാലിക്കുകയും നിയന്ത്രിക്കുന്നതുമായ ഒരു ദൈവമാണ് നാം വിളിക്കുന്ന സർവശക്തനായ ദൈവം. തൻ്റെ സർവ്വസൃഷ്ടിക്കും ദൈവം ഒരു നിയമം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. സൃഷ്ടി അതനുസരിച്ച് പോകുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴവും സൗന്ദര്യ സങ്കല്പത്തിൻ്റെ വ്യത്യസ്തതയുമൊക്കെ അറിയുവാൻ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ആഴികളെ തൻ്റെ ഭണ്ഡാരഗൃഹങ്ങളിൽ ദൈവം സംഗ്രഹിച്ചിരിക്കുന്നു എന്ന്. ഡാമിൽ വെള്ളം സംഗ്രഹിക്കുന്നത് പോലെ സമുദ്രത്തിലെ വെള്ളത്തെ ഒരു റിസർവോയറിൽ എന്ന പോലെ സംഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? ഉൽപ്പത്തിയിൽ സൃഷ്ടിവിവരം മാത്രം കാണുമ്പോൾ മറ്റിടങ്ങളിൽ അതിൻ്റെ വലിപ്പത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇയ്യോബ് 38:8 ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? വെള്ളത്തെ നമുക്ക് കതക് കൊണ്ട് അടച്ചു നിർത്തുവാൻ കഴിയുമോ? വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ ധാരാളം അനുഭവിക്കുന്ന നമുക്ക് ഇതൊക്കെ അസാധ്യമാണെന്നറിയാം. എന്നാൽ ദൈവത്തിനത് സാധ്യമാണ്. യിരെമ്യാവ് 5:22 ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കുകയില്ല, എത്ര തന്നെ ഇരച്ചാലും അതിർ കടക്കുകയില്ല എന്നെഴുതിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് വെള്ളം കയറാതിരിക്കുവാൻ കടൽ ഭിത്തിയൊക്കെ കെട്ടി അതിനെ തടഞ്ഞു നിർത്തുവാൻ ശ്രമം നടത്താറുണ്ടെന്നാൽ അതൊന്നും അത്ര പ്രയോജനം തരാറില്ല. നമുക്ക് വേണ്ടി പലതും സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. റിസർവോയറിൽ എന്ന പോലെ നമുക്കായി ദൈവം പല അനുഗ്രഹങ്ങളും കരുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളനുസരിച്ച് നമുക്കത് ദൈവം നൽകുന്നു. അതെന്താണെന്നോ അതിൻ്റെ വലിപ്പം എന്തെന്നോ നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല. സുനാമിയുടെ തിരകളുടെ വലിപ്പം നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിനെ നിർത്തുവാൻ മനുഷ്യന് സാധിക്കുമോ? ഒരു ചെറിയ തിരമാലയെ പോലും അടക്കി നിർത്തുവാൻ മനുഷ്യനാവില്ല. അവിടെയാണ് ഉടയവനായ ദൈവം അതിനായി അതിർ വരച്ചിരിക്കുന്നു എന്ന് നാം വായിച്ചത്. എത്ര വലിയ പ്രശ്നങ്ങൾ നമ്മെ വിഴുങ്ങുവാൻ വന്നാലും ദൈവം നിശ്ചയിച്ചിട്ടുള്ള അതിര് കടന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. നാം തകരുമെന്ന് തോന്നിയേക്കാം, ദൈവം അത് അനുവദിക്കില്ല. ഈ ദൈവം നമ്മെ എത്ര ശ്രേഷ്ഠമായി പരിപാലിക്കുന്നു എന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. നമുക്കായി ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ സമയത്ത് നമ്മുടെ കൈകളിലെത്തും. ആർക്കും അതിനെ തടയുവാൻ സാധ്യമേ അല്ല. ആ സർവശക്തൻ്റെ പരിപാലനയിൽ നാം സുരക്ഷിതരാണ് എന്ന ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾക്കായുള്ള അങ്ങയുടെ ശ്രേഷ്ഠമേറിയ പദ്ധതികൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.